വണ്ടിപ്പെരിയാർ വിജയമ്മ കൊലക്കേസിൽ ഡൈംകു സ്വദേശി രതീഷ് കുറ്റക്കാരനെന്ന മുട്ടം കോടതി 2020 ഫെബ്രുവരി 23-നാണ് വിജയമ്മയെ ബലാത്സംഗം ചെയ്ത് വെട്ടിക്കൊലപ്പെടുത്തിയത്. ശിക്ഷ വ്യാഴാഴ്ച വിധിക്കും. 2020 ഫെബ്രുവരി 23-നാണ് കൊലപാതകം നടന്നത്. വളർത്തു പശുവിനെ അഴിക്കുന്നതിനായി തേലക്കാട്ടിലെത്തിയ വിജയമ്മയെ പ്രതി രതീഷ് കയ്യിലുണ്ടായിരുന്ന വാക്കത്തി ഉപയോഗിച്ച് തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് ബോധരഹിതയായ വിജയമ്മയെ തേയിലക്കാട്ടിലേക്ക് വലിച്ചിഴിച്ചു കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്തു. ഇതിനുശേഷം വിജയമ്മയുടെ ജീവൻ നഷ്ടപ്പെട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞ രതീഷ് അതേ വാക്കത്തി കൊണ്ട് തന്നെ വിജയമ്മയുടെ ദേഹമാസകലം 100-ൽ പരം മുറിവുകളേൽപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് മൃതദേഹം തേയിലത്തോട്ടത്തിൽ ഉപേക്ഷിച്ച് പ്രതി കടന്നു കളഞ്ഞു. തുടർന്ന് വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ ടി.ഡി. സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിനൊടുവിലാണ് രതീഷ് പിടിയിലായത്. സംഭവം നടന്ന് 5 വർഷം പൂർത്തിയാകുമ്പോഴാണ് പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. കേസിൽ ശിക്ഷാവിധി കോടതി വ്യാഴാഴ്ച പറയും. തൂക്കുകയറിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്ന വിജയമ്മയുടെ ഭർത്താവ് വിക്രമൻ നായർ പ്രതികരിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് രാജേഷ് ഹാജരായി.